ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഡ്രീം കേക്കല്ല, ഡ്രീം കേക്കിനേക്കാളും ടേസ്റ്റുള്ള വേറൊരു കേക്ക്. ഏതായിരിക്കും എന്ന് മനസ്സിലായ? ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കേക്ക് തന്നെ, 7 ലെയർ ഗ്രാൻഡ് ഡിലൈറ്റ് കേക്ക്. ഡ്രീം കേക്ക് കഴിച്ചവർ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രീം കേക്കിനേക്കാളും ഇഷ്ടം ഈ ഒരു കേക്കിനോടായിരിക്കും. അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും. അത് കഴിക്കുമ്പോഴുണ്ടല്ലോ, ഈ പിസ്താഷ്യൂ, കസ്റ്റാർഡ്, പിന്നെ ചോക്ലേറ്റിൻ്റെ ആ ഒരു കോംബോയിൽ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഈ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് മൗസാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഡ്രീം കേക്കിൽ യൂസ് ചെയ്യുന്ന അതേ ചോക്ലേറ്റ് തന്നെയാണ് ഈ 7 ലെയർ ഗ്രാൻഡ് ഡിലൈറ്റ് കേക്കിനും യൂസ് ചെയ്യണത്, അതായത് ബെൽജിയൻ ചോക്ലേറ്റ്. ഞാനിവിടെ യൂസ് ചെയ്യണത് ലവിറ്റിൻ്റെ ബെൽജിയൻ ചോക്ലേറ്റാണ്. ഈ ചോക്ലേറ്റ് മൗസ് ഉണ്ടാക്കാൻ വേണ്ടി ഹാഫ് ചോക്ലേറ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി വിപ്പ് ചെയ്ത വിപ്പിംഗ് ക്രീമിൽക്ക് ഇത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്താൽ നമ്മൾ ചോക്ലേറ്റ് മൗസ് റെഡിയാക്കാവുന്നതാണ്. ഇനി ഇതിന് ബെൽജിയൻ ചോക്ലേറ്റ് തന്നെ ആവശ്യമുണ്ടെന്നൊന്നുമില്ല. നമ്മൾ സാധാ ചോക്ലേറ്റും മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഫസ്റ്റ് ലെയർ സെറ്റാക്കിയതിന് ശേഷം ആ ചോക്ലേറ്റ് മൗസ് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി ബെറ്ററായിട്ട് റെഡിയാവും. ആ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യുക. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് കാരമലാണ്. അതിനുവേണ്ടി ഷുഗർ നന്നായിട്ട് മെൽറ്റ് ചെയ്യിക്കുക. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അതിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് മിക്സ് ആകുമ്പോൾ ഒരു വെള്ളം പോലെ ഉണ്ടാവും. അതൊന്ന് കുറുകിയെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ കുറേശ്ശെ വെച്ച് കൊടുക്കണം കേട്ടോ നല്ലത്, അല്ലെങ്കിൽ അത് ഒറ്റയടിക്ക് അത് കട്ടി പിടിക്കും. അപ്പോൾ അത് ഒരു കുറേശ്ശെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ലെവൽ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ്. അത് ചൂട് മാറിയതിന് ശേഷം ഇത് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സെക്കൻഡ് ലെയറിന് ശേഷവും നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, ചോക്ലേറ്റ് കേക്ക്. ഡ്രീം കേക്ക് ആണെങ്കിൽ അതിൽ ഫസ്റ്റ് ലെയറായിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് കേക്ക് ആഡ് ചെയ്യണത്. എന്നാൽ ഈ ഒരു കേക്കിൽ 3-ാം സ്ഥാനമാണ് കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് കേക്കിന്. ഞാനിവിടെ 1 kg ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയത്. അത്രയൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. ആകെ അതിൻ്റെ ഒരു ഹാഫ് പാർട്ട് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ നമ്മുടെ ഈ കേക്കിന് വേണ്ടി. 1 kg ഉണ്ടാക്കുന്നത് വേറൊരു കേക്കും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത്രയൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രീം കേക്കിന് യൂസ് ചെയ്ത ചോക്ലേറ്റ് കേക്കില്ലേ, അതേ അളവൊക്കെ മതി ഇതിനും. അങ്ങനെ നമ്മുടെ 3rd ലെയറായിട്ട് ചോക്ലേറ്റ് കേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവാതിരിക്കാനും നല്ല സോഫ്റ്റ് പോലെ ആവാൻ വേണ്ടി ഷുഗർ സിറപ്പ് ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് 4th ലെയറാണ്. വല്ല ഐഡിയ ഉണ്ടാവുമോ 4th ലെയർ എന്തായിരിക്കും എന്ന്? കസ്റ്റാർഡ് പൗഡർ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതന്നെ, കസ്റ്റാർഡ്, വാനില കസ്റ്റാർഡാണ് 4th ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കസ്റ്റാർഡ് കഴിക്കാൻ തന്നെ, അത് ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റാല്ലേ. അപ്പോൾ അത് കേക്കിലും കൂടി ആകുമ്പോഴെന്തായിരിക്കും അവസ്ഥ? സൂപ്പറായിരിക്കില്ലേ. ഒന്ന് ചൂട് മാറിയതിന് ശേഷമാണ് ഈ 4th ലെയറായിട്ട് കസ്റ്റാർഡ് ആഡ് ചെയ്യണം കേട്ടോ. 5th ലെയർ എന്ന് പറയുന്നത് നമ്മുടെ പിസ്താഷ്യോ ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ പിസ്ത ഫ്ലേവറായിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതാണ് 5th ലെയറായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ പിസ്തയുടെ നട്ട്സാണ് നോർമലി യൂസ് ചെയ്യണത്. പിസ്ത മാത്രമല്ല, ഞാനിവിടെ ബദാം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി നന്നായി പൊടിച്ചിട്ട് അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് നട്ട്സിൻ്റെ സെക്ഷനിൽ ഇടുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബെൽജിയൻ ചോക്ലേറ്റിൻ്റെ ബാക്കിയില്ലേ, അതും കൂടി മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 7th ലെയറും നമ്മുടെ സെറ്റാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ 7 ലെയർ ഗ്രാൻഡ് ഡിലൈറ്റ് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ എളുപ്പമല്ലേ, വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി ടേസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ, കഴിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് പിസ്താഷ്യോട് ടേസ്റ്റാണ് വരാം. അത് കഴിഞ്ഞിട്ട് വാനില കസ്റ്റാർഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഡ്രീം കേക്ക് കഴിക്കണ ഒരു ഫീലും കൂടി കിട്ടുന്നുണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഡ്രീം കേക്ക് കഴിക്കണേക്കാളും ഇഷ്ടമാവും ഈ ഒരു കേക്ക് കഴിക്കുമ്പോഴും. ആരെങ്കിലും ഡ്രീം കേക്ക് ഉണ്ടാക്കുമ്പോഴും ഈ ഒരു കേക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.